കഷ്ടപ്പാടുകളെ കണ്ടില്ലെന്ന് നടിക്കാനും നഷ്ടങ്ങളെ നേട്ടമായി കാണാനും കഴിയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. ചില മനുഷ്യർ അങ്ങനെയാണ്. സുജ സിജു തൻ്റെ അനുഭവം പങ്കുവയ്ക്കുന്നു. ചിറകുമുളയ്ക്കുന്ന മനുഷ്യർ. മൺവഴിയിൽ പതിയുന്ന 2 ജോഡി കാൽപ്പാടുകളും മുന്നിലായി നടന്നു പോകുന്ന ഒരാളും. ഈ ചിത്രവും ബന്ധപ്പെട്ട കഥയും പലർക്കും അറിയാവുന്നതാണ്. ചില നേരങ്ങളിൽ ഒരാളുടെ മാത്രം കാൽപ്പാടുകൾ കാണുമ്പോൾ അത് തൻ്റേത് മാത്രമാണെന്ന് ധരിച്ച് ഈശോയോട് പരിഭവിക്കുന്നതും, തുടർന്ന് മോനെ, നിന്റെ വിഷമഘട്ടങ്ങളിലെല്ലാം ഞാൻ നിന്നെ ചുമലിലേറ്റി നടക്കുകയായിരുന്നുവെന്ന ഈശോയുടെ മറുപടിയും നമ്മൾക്കറിയാം. ഈ കഥയിലെ പോലെ കഴിഞ്ഞ 20 വർഷങ്ങളിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യേണ്ടി വന്നപ്പോഴെല്ലാം കണ്ടെത്താനായത് ഒരു ജോഡി കാൽപാദങ്ങൾ മാത്രം. കാരണം ആ സമയമെല്ലാം ഞങ്ങൾ ഈശോയുടെ ചുമലിലായിരുന്നു. ഈശോയോടൊപ്പം നടക്കാനുള്ള പരിശീലനം ലഭിച്ചത് ജീസസ് യൂത്തിൽ നിന്നായിരുന്നു. ഒത്തിരി സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി 2001 ഏപ്രിലിൽ ഞങ്ങൾ വിവാഹിതരായി. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങൾ അങ്ങനെ കടന്നുപോയി. സെപ്റ്റംബർ മാസം ഒരു ദിവസം ജോലിക്ക് പോയി വന്ന ഭർത്താവ് സിജുവിന് കുറച്ച് ദിവസമായി വയറ്റിൽ വല്ലാത്ത ഗ്യാസ്. ഒരു കൂട്ടുകാരൻ വാങ്ങിത്തന്ന ഗ്യാസിൻ്റെ ഗുളിക കഴിച്ചപ്പോൾ അല്പം ആശ്വാസമുണ്ടെന്ന് പറഞ്ഞു. അല്പം കഴിഞ്ഞ് വീട്ടിൽ വെച്ച് വീണ്ടും അസ്വസ്ഥത. നാളെയൊന്ന് ഡോക്ടറിനെ കാണാമെന്ന് പറഞ്ഞ് ഉറങ്ങാൻ കിടന്നു. രാവിലെ പാലക്കാട്ടു നിന്നും തൃശ്ശൂരിലേക്ക് പകുതി ദൂരം ബൈക്കിലും പിന്നീട് ബസ്സിലുമായി യാത്ര ചെയ്തു. ജൂബിലി മിഷൻ ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ കയറി. ഒരു ECG എടുത്ത് നോക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു. ECG കണ്ട ഡോക്ടർ പറഞ്ഞു, വിചാരിച്ച പോലെയല്ല, കാര്യം അല്പം ഗൗരവമുള്ളതാണ്. കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞു. ഹണിമൂൺ ട്രിപ്പ് പോലെ അടിച്ചു പൊളിച്ച് ആശുപത്രിയിൽ വന്ന ഞങ്ങളുടെ കൂടെ വീട്ടുകാരാരുമില്ലായിരുന്നു. ഡോക്ടറിനുടനെ എക്കോ ചെയ്യണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് വീൽചെയർ വരുന്നു, ആളെ കൊണ്ടുപോകുന്നു. എക്കോ കഴിഞ്ഞ ഉടൻ അഡ്മിറ്റാക്കി ഒരു അറ്റാക്ക് കഴിഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞു. കേട്ടതൊന്നും ഉൾക്കൊള്ളാനാവാതെ തരിച്ചിരുന്നു പോയി. പിന്നെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു. കേട്ടവരെല്ലാം ഞെട്ടി. 10 ദിവസം ആശുപത്രിയിൽ കിടന്നു. അറ്റാക്ക് വന്നു എന്നതിനപ്പുറം ഡോക്ടേഴ്സിനും കാരണം കണ്ടെത്താനായില്ല. റെസ്റ്റെല്ലാം കഴിഞ്ഞ് ജോലിക്ക് പോകാനുള്ള സൗകര്യാർത്ഥം ഞങ്ങൾ തൃശ്ശൂർക്ക് താമസം മാറ്റി. കൃത്യമായി മരുന്നും ചെക്കപ്പും ഒക്കെയായി ജീവിതം മുന്നോട്ടു പോയി. പതിയെ കാര്യങ്ങൾ പഴയതുപോലെയായി. വർഷങ്ങൾ കഴിഞ്ഞു. 2 മക്കളെ തന്ന് ദൈവം അനുഗ്രഹിച്ചു. രണ്ടാമത്തവന് 1 വയസ്സായപ്പോഴേക്കും എറണാകുളത്തിന് ട്രാൻസ്ഫറായി. ഈ കാലയളവിൽ രോഗവും മക്കളുടെ ജനനവും ഒക്കെയായി ജീസസ് യൂത്തിൽ സജീവമായിരുന്നില്ല. എങ്കിലും ഈശോയുമായുള്ള കൂട്ടുകെട്ട് തുടർന്നു. എറണാകുളത്ത് താമസത്തിന് ചെന്ന വാടക വീട് വെഞ്ചരിച്ചു തരുവാനായി കലൂർ ലൂമൻ ജ്യോതിസിൽ നിന്നും പള്ളിയച്ചൻ വന്നു. വടുതലയിൽ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ടാനിയ മോളുമായി ഞങ്ങൾ വേഗം ചങ്ങാത്തത്തിലായിരുന്നു. അച്ഛൻ വെഞ്ചരിക്കാൻ വന്ന സമയം ടാനിയയും വീട്ടിലുണ്ടായിരുന്നു. അല്പം കഴിഞ്ഞ് അവളെ കൊണ്ടുപോകാൻ അമ്മ റീന എത്തി. അച്ഛൻ ചോദിച്ചു, മക്കൾ ഒരുമിച്ച് കളിക്കുന്നത് പോലെ അവരെ കൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിപ്പിച്ചുകൂടെ? നിങ്ങൾ അമ്മമാർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാമല്ലോ എന്ന്. അച്ഛൻ പോയപ്പോൾ ഞങ്ങൾ ആലോചിച്ചു, നമുക്കൊരുമിച്ച് മക്കളെയും കൂട്ടി എല്ലാ വെള്ളിയാഴ്ചയും കൊന്ത ചൊല്ലിയാലോ? ആലോചനയുടെ ഇടയിലേക്ക് മറ്റൊരയൽക്കാരി ഷാലറ്റുമെത്തി. കേട്ടപ്പോൾ ഷാലറ്റും ഞങ്ങളോടൊപ്പം കൂടി. വൈകാതെ ഞങ്ങൾ 6 വീട്ടുകാർ ഒരുമിച്ച് പ്രാർത്ഥന ആരംഭിച്ചു. ആ ഫ്രൈഡേ ഗ്രൂപ്പ് ഇന്ന് 15 വർഷമായി ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ കൂട്ടായ്മയോടെ ഇന്നും ഒരുമിച്ച് കളിക്കാനും പ്രാർത്ഥിക്കാനും പങ്കുവെക്കാനുമൊക്കെ ഞങ്ങൾക്ക് കഴിയുന്നു. എറണാകുളത്തെ ജീവിതം ഇങ്ങനെയൊക്കെ പോകുമ്പോഴും സഹനങ്ങൾക്ക് കുറവുണ്ടായില്ല. മക്കൾ ആബേലിനും അലനും മാറി മാറി രോഗങ്ങൾ. 1.5 വയസ്സ് മാത്രം വ്യത്യാസമുള്ള അവരെ ഒറ്റയ്ക്കാക്കാൻ കഴിയില്ലായിരുന്നു. ഒരാളെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അടുത്തയാൾ അഡ്മിറ്റാകും. ഒടുവിൽ ഞങ്ങളുടെ ഫ്രൈഡേ ഗ്രൂപ്പിലെ മൂത്ത പുത്രൻ ഡാനി അന്ന് +2 പഠിക്കുന്നു. ഇന്ന് ഒരു 2.5 വയസ്സുകാരിയുടെ അപ്പൻ. സുജാൻ്റി സിജു അങ്കിളും ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്താ എപ്പോഴും ആശുപത്രിയിൽ കിടക്കേണ്ടി വരുന്നത്? നിങ്ങളിങ്ങനെ ആശുപത്രിയിൽ പോകുന്ന കാണുമ്പോൾ പ്രാർത്ഥിക്കാൻ പോലും പേടി തോന്നും. പക്ഷെ നിങ്ങൾ ഹാപ്പി ആയിട്ടാണല്ലോ നടക്കുന്നത്.
അത് കാണുമ്പോൾ പേടി കുറയും. ജീസസ് യൂത്ത് ആയിട്ടാണോ ഇങ്ങനെ ഹാപ്പി ആയിട്ട് നടക്കുന്നതെന്ന്. അപ്പോഴേക്കും ജീസസ് യൂത്ത് സിൽവർ ജൂബിലിയായി. അതിൽ പങ്കെടുത്തപ്പോൾ വീണ്ടും പുതിയൊരു ഉണർവൊക്കെയായി. ഇതിനിടയിൽ സിജു ചേട്ടൻ ഒരു ട്രെയിനിങ്ങിന് കോഴിക്കോട് ഹെഡ് ഓഫീസിൽ ഒരാഴ്ചത്തേക്ക് പോയി. അപ്പോഴേക്ക് മൂത്തവൻ ആബേലിനെ LKGയിൽ ചേർത്തു. ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞ് അവനെ കൊണ്ടുവരാൻ പോയി. നട്ടുച്ച നേരത്ത് ഇളയവൻ അലനെ വെയിലടിപ്പിക്കേണ്ടെന്ന് കരുതി പതിവ് പോലെ 10 മിനിറ്റ് തൊട്ടടുത്ത അംഗൻവാടിയിൽ നിർത്തി. തിരികെ വരുമ്പോൾ വാവിട്ട് കരയുന്ന കുഞ്ഞിനെയാണ് കണ്ടത്. അംഗൻവാടിയുടെ തൊട്ടടുത്തുള്ള LP സ്കൂളിൽ ഉച്ചഭക്ഷണം പാകം ചെയ്ത ശേഷം വിറക് മുറ്റത്തിട്ടിരുന്നു. ചാരം മൂടിയതുകൊണ്ട് കനലാരും ശ്രദ്ധിച്ചില്ല. കുഞ്ഞു പോയി അതിൽ ചവിട്ടി ഉള്ളംകാൽ വെന്തുപൊള്ളി. അയൽക്കാരെല്ലാം കൂടി തൊട്ടടുത്തുള്ള ലൂർദ് ആശുപത്രിയിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോയി. തിരികെ വരുമ്പോൾ കാണുന്നത്, മൂത്തവൻ ആബേലിനെ ഞങ്ങൾ പോയ നേരത്ത് സ്കൂൾ വിട്ടുവന്ന് ഊരിയിട്ട ഷൂ വീണ്ടും എടുത്തിട്ടപ്പോൾ എന്തോ കടിച്ചെന്ന് പറഞ്ഞ് അയൽക്കാർ കൂടി നിൽക്കുന്നതാണ്. പിന്നെ അവനുമായി ഫ്രൈഡേ ഗ്രൂപ്പ് കൂട്ടുകാർ ഹോസ്പിറ്റലിലേക്ക്. കാലുപൊള്ളി നടക്കാൻ വയ്യാതിരിക്കുന്ന അലനുമായി ഞാൻ വീട്ടിലും. ലൂർദ് ഹോസ്പിറ്റലിൽ ചെന്ന അവർ ഉടനെ വീട്ടിൽ മടങ്ങിയെത്തി. പാമ്പാണ് കടിച്ചതെന്ന സംശയം. ഉടൻ മെഡിക്കൽ ട്രസ്റ്റിൽ അഡ്മിറ്റാക്കി അവനെ. 4 വയസ്സുള്ള ആബേൽ ICUവിൽ. പുറത്ത് കാവൽ ഫ്രൈഡേ ഗ്രൂപ്പിലെ അവൻ്റെ പ്രിയപ്പെട്ട ജോസിയങ്കിൾ. ഹർത്താൽ കാരണം കുഞ്ഞിൻ്റെ അപ്പന് കോഴിക്കോട് നിന്ന് വരാൻ സാധിക്കുന്നില്ല. 2 കാലും പൊള്ളി വാവിട്ട് കരയുന്ന 2.5 വയസ്സുകാരൻ അലനൊപ്പമായിരുന്നു ഞാൻ. അന്ന് ആബേലിനൊപ്പം ICUവിൽ കൂട്ടുനിന്ന ജോസിയും സന്തോഷമെല്ലാം ദൈവമയച്ച കാവൽമാലാഖമാരായിരുന്നു. വിവാഹം ആശീർവദിക്കുമ്പോൾ വൈദികൻ പറയുന്നൊരു വാക്യമുണ്ട്: ആവശ്യ നേരത്ത് സഹായിക്കാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നൽകട്ടെ എന്ന്. ആ ആശീർവാദത്തിൻ്റെ അനുഗ്രഹം ജീവിതത്തിലുടനീളം തുണയായി. കുറച്ച് നാളുകൾക്ക് ശേഷം സിജുചേട്ടന് വീണ്ടും ഹാർട്ടിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ. പിന്നെയും അഡ്മിറ്റാക്കി. 2 ദിവസം കഴിഞ്ഞ് ബൈസ്റ്റാൻഡറായ എനിക്കും വല്ലാത്ത ശരീരവേദന. പൾസ് വല്ലാതെ താണിരിക്കുന്നു. ഉടൻ അഡ്മിറ്റാക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. കാർഡിയോളജി പരിശോധനയിൽ ഹാർട്ടിൻ്റെ ഒരു വാൽവിന് നീളക്കൂടുതൽ. സ്ട്രെസ് വരുമ്പോൾ പമ്പിങ് കുറയുന്നത് കൊണ്ടുണ്ടായതാണ്. മെഡിസിൻ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഗൈനക്കോളജി പരിശോധനയിൽ യൂട്രസിൽ ഇൻഫെക്ഷൻ ഉള്ളതായി കണ്ടു. അങ്ങനെ ഒരു റൂമിൽ 2 ആളും അഡ്മിറ്റായി കിടക്കുമ്പോൾ പള്ളിയച്ഛൻ വന്ന് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഡോക്ടേഴ്സ് പറയുന്നത് പോലെ ട്രീറ്റ്മെൻറ്റ് തുടർന്നോളൂ. അടുത്ത കൊല്ലം ഈ സമയം ഈശോ നിങ്ങളുടെ കയ്യിൽ ഒരു കുഞ്ഞിനെ കാണിച്ചു തരുന്നുണ്ടെന്ന്. ഇൻഫെക്ഷൻ്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാ മാസവും തുടർന്നു. 4 മാസം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞിനെ വേണമെങ്കിൽ ആകാമെന്ന് പറഞ്ഞു. അത്രയും ക്ലിയർ ആയിരിക്കുന്നു. ദൈവം അവിടെയും താങ്ങി. ജീവിതത്തിലെ മരുഭൂമി അനുഭവങ്ങളിലെല്ലാം മന്ന പൊഴിച്ച് അവൻ കൂടെ നടന്നു. അല്ല, ഞങ്ങളെ തോളിലേറ്റി നടന്നു. 2012 ഡിസംബർ 3-ന് മൂന്നാമനെ ദൈവം തന്നു, ജോഷ്വ. പ്രസവത്തിലും കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായി. ഒരാളെ മാത്രമേ കിട്ടൂ എന്ന അവസ്ഥ വരെ വന്നു. അവിടെയും ദൈവം രക്ഷിച്ചു. നിങ്ങളെ ദൈവമാണ് രക്ഷിച്ചത്, അതുകൊണ്ട് ദൈവം രക്ഷിക്കുന്നു എന്ന അർത്ഥത്തിൽ അവനെ നമുക്ക് ജോഷ്വ എന്ന് വിളിക്കാമെന്ന് പള്ളിയച്ഛൻ പറഞ്ഞു. രക്ഷകന്റെ കൂടെയുള്ള യാത്ര വീണ്ടും തുടർന്നു. 2013 സിജുചേട്ടന് കിഡ്നി സ്റ്റോൺ സർജറി കഴിഞ്ഞു. ഇതിനിടയിലും പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും കുടുംബം സജീവമായിരുന്നു. 2016 സിജുചേട്ടൻ അനുഭവപ്പെട്ട ഒരു വയറുവേദന ചെറുകുടലിൻ്റെ കുറേ ഭാഗം മുറിച്ചു നീക്കുന്നതിലേക്ക് എത്തിച്ചേർന്നു. വീണ്ടും കാരണം തേടിയുള്ള പരിശോധനകൾ. ജന്മനാ രക്തം കട്ട പിടിക്കാൻ സാധ്യത കൂടുതലുള്ള ശരീരപ്രകൃതിയാണെന്ന് കണ്ടെത്തി. 27-ാം വയസ്സിൽ വന്ന അറ്റാക്കും അതിൻ്റെ ഭാഗമായിരുന്നുവെന്ന് അപ്പോഴാണ് മനസ്സിലായത്. പിന്നെ 2019 സെപ്റ്റംബറിൽ സ്ട്രോക്ക് വന്നു. പാലക്കാട് ആശുപത്രിയിൽ കാണിച്ചപ്പോൾ ഉടൻ കോയമ്പത്തൂർ അല്ലെങ്കിൽ തൃശൂർ എത്തിക്കണമെന്ന് പറഞ്ഞു. കോമയിലാകാനോ ഓർമ്മ പോകാനോ സാധ്യതയുണ്ട്. ആംബുലൻസിൽ കയറ്റുമ്പോഴേക്കും വലത് കൈ തളർന്ന അവസ്ഥയിലായി. ചുണ്ടു കോടിപ്പോയി. രാത്രി 12 മണിക്ക് ആംബുലൻസിൽ തൃശൂർ ജൂബിലി മിഷനിലേക്ക്. അപ്പോഴേക്കും ചോദിക്കുന്ന പലതിനും ഓർമ്മയില്ലാതായി. മനുഷ്യന് ഒന്നും ചെയ്യാനില്ല എന്ന് കൃത്യമായി ബോധ്യമായി. എല്ലാം അവനിൽ അർപ്പിച്ചു. ജൂബിലിയിൽ പരിശോധനകൾ ഒന്നിനു പിറകെ ഒന്നായി തുടങ്ങി. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ജപമാല ആ വലത് കൈയിൽ വെച്ച് അന്ന് കല്യാണത്തിന് പിടിച്ചതുപോലെ 2 പേരുടെ കൈകളും ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു.
അപ്പോഴേക്കും സ്കാനിങ്ങിനായി കയറ്റി. പുറത്ത് പ്രാർത്ഥനയോടെ കാത്തിരുന്നു. കുറച്ചു കഴിഞ്ഞ് സ്ട്രെച്ചറിൽ ആളെ പുറത്തു കൊണ്ടുവരുന്നത് കണ്ട് ഓടിച്ചെന്നു. അങ്ങോട്ട് പോയപ്പോൾ തളർന്നു കിടന്ന വലത്ത് കൈപ്പത്തി കൊണ്ട് എൻ്റെ കൈകളിൽ പിടിച്ചു. കൈ പഴയതുപോലെയായി. പരിശോധനകൾക്കൊടുവിൽ സെറിബ്രൽ വീനസ് ത്രോംബോസിസ് ആണെന്ന് റിപ്പോർട്ട് വന്നു. ഐസിയുവിലും റൂമിലുമായി കുറേ ദിവസം. അതിനിടയിൽ ഒരു സത്യം മനസ്സിലായി. ഓർമ്മ നഷ്ടപ്പെട്ടു പോയേക്കാമെന്ന് പറഞ്ഞ ആൾക്ക് 45 വയസ്സിനിടയിലെ ഒരു ദിവസത്തെ ഓർമ്മ മാത്രമേ നഷ്ടമായിട്ടുള്ളൂ എന്ന്. ഒരു ദിവസം റൗണ്ട്സിന് വന്ന ജൂനിയർ ഡോക്ടർ പഴയ ഹിസ്റ്ററി മുഴുവൻ നോക്കിയിട്ട് പറഞ്ഞു, ചേച്ചി, ഈ പുള്ളിയുടെ ഡോക്യുമെന്റ്സ് ഒന്നും കളയണ്ട. ഇങ്ങൊരു മെഡിക്കൽ സയൻസിന് ഒരത്ഭുതമാണ്. ഞാൻ ഉള്ളിൽ പറഞ്ഞു, നിങ്ങൾക്കിത് അത്ഭുതം, ഞങ്ങൾക്കിത് അനുഭവമാണ്. ഈശോയുടെ കരുതലും സ്നേഹവും ഞങ്ങൾ അനുഭവിക്കുകയാണ്. 2019 പാലക്കാട് ജീസസ് യൂത്തിൻ്റെ ബ്ലിസ് എന്ന പ്രോഗ്രാമിൻ്റെ സമയത്താണ് ഞങ്ങൾ അഡ്മിറ്റായത്. ക്രിട്ടിക്കലായി ആശുപത്രിയിലേക്ക് പോയ ഞങ്ങൾ പ്രോഗ്രാമിനെത്തിയത് പലർക്കും അത്ഭുതമായിരുന്നു. അങ്ങനെ 2020 ഫെബ്രുവരി ആയപ്പോൾ വീണ്ടും കടുത്ത തലവേദന. ഒടുവിൽ ചികിത്സ എറണാകുളം ലിസി ആശുപത്രിയിലേക്ക് മാറ്റി. പരിശോധനയിൽ കുടലിലൊരു പോളിപ്പ്. HP വളരെ കുറഞ്ഞതായി കണ്ട് സിഗ്മാഡോസ്കോപ്പി ചെയ്ത് പോളിപ്പ് റിമൂവ് ചെയ്തു. നീണ്ട ആശുപത്രിവാസം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും രണ്ടാമത്തെ മകൻ അലൻ്റെ 10ാം ക്ലാസ്സിലെ ബോർഡ് എക്സാം ഇനി ഒന്നുകൂടിയേ ബാക്കിയുള്ളൂ. ആ ഒരു അക്കാഡമിക് ഇയറിൽ ഭൂരിഭാഗവും ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പനും അമ്മയും ലീവെടുത്ത് അടുത്തിരുന്ന് മക്കളെ പഠിപ്പിക്കുമ്പോൾ അവൻ്റെ അപ്പനും അമ്മയുമായി ഈശോ കൂടെ നിന്നു. 88% മാർക്കോടെ അവൻ പാസ്സായി. ആരോഗ്യസ്ഥിതി പലപ്പോഴും വീണ്ടും മോശമായി, കൂടിയും കുറഞ്ഞും വന്നു. പാലക്കാട് നിന്നും എറണാകുളത്തേക്ക് 15 ദിവസം കൂടുമ്പോൾ ചെക്കപ്പ്. ഒരു ട്രാൻസ്ഫർ എറണാകുളത്തേക്ക് ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. അലൻ്റെ +1 അഡ്മിഷനൊക്കെ ഉത്തരമില്ലാത്ത ചോദ്യമായി. ട്രാൻസ്ഫർ, അഡ്മിഷൻ എല്ലാം നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത കാര്യങ്ങൾ. പാലക്കാട് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാണ് ട്രാൻസ്ഫറെങ്കിൽ കാര്യങ്ങൾ കുഴയും. ഈശോയെ, നീ മാത്രമേ ഉള്ളൂ ആശ്രയം. ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിച്ച് നേരത്തെയുമില്ല വൈകിയുമില്ല. +1 അഡ്മിഷനും ട്രാൻസ്ഫറുമെല്ലാം സമയത്ത് തന്നെ നടന്നു. കഷ്ടപ്പാടിൻ്റെ കാലങ്ങളിലെല്ലാം രക്ഷിക്കുന്ന അവൻ്റെ ആ സ്നേഹം, ആ സ്നേഹത്തിനും കരുതലിനും മുൻപിൽ എല്ലാ കഷ്ടതകളും സഹനങ്ങളും നിസ്സാരമാണ്. ഒരു മാർഗവും മുന്നിലില്ലെന്ന് ഉറപ്പാകുമ്പോൾ കൂട്ടുകാരെയും ഡോക്ടർമാരെയും ഒക്കെ മാലാഖമാരായി അയച്ച് ദൈവം പരിപാലിക്കുന്നുണ്ടായിരുന്നു. ആരോഗ്യവും സാമ്പത്തികവുമെല്ലാം പലപ്പോഴും നഷ്ടപ്പെട്ടു. പക്ഷേ ഈശോയെ നഷ്ടപ്പെട്ടില്ല. അല്ല, ഞങ്ങളെ നഷ്ടപ്പെടാതെ അവൻ തോളിലേറ്റിക്കൊണ്ട് നടക്കുന്നു. എല്ലാം പൂർണ്ണമായും അവന് വിട്ടുകൊടുത്ത് അവനിൽ ആശ്രയിച്ച് ഇനിയും മുന്നോട്ടു പോകും. ഇന്ന് ഇതെല്ലാം വായിക്കുന്നവർ വിചാരിക്കുന്നത് പോലെയല്ല സുജിച്ചേട്ടൻ. രോഗം പല അവയവങ്ങളെയും ബാധിച്ചുവെങ്കിലും ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് 10 കിലോമീറ്റർ ദൂരം ഓഫീസിൽ പോകുന്നു. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. പറഞ്ഞാൽ മാത്രമേ രോഗിയാണെന്ന് പുറത്തറിയൂ. കർത്താവിലെന്നും എൻ്റെ ആശ്രയം. കർത്താവിൽ ആശ്രയിക്കുന്നവർ ചിറകടിച്ചുയരും. ദൈവത്തിന് സ്തുതി.